നാളെ ഡൽഹിയിലെ കേന്ദ്ര ധനകാര്യമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ആണ്. ആ ബഡ്ജറ്റിന്റെ മീറ്റിംഗിന് ഞങ്ങൾ പോകുന്നുണ്ട്. അത് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും, സാധാരണ നമ്മുടെ ഡിമാൻഡുകൾ. ഇപ്പൊ നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും കൂടി ആവർത്തിക്കുന്ന കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിന് സാമ്പത്തികമായി വലിയൊരു ഉപരോധം തീർക്കുന്ന സ്ഥിതി തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ അത് രൂക്ഷമായത് നമുക്ക് ഈ വർഷം ആകെ എടുക്കാവുന്ന ബോറോയിങ് സ്പേസിൽ അവസാനത്തെ ഒരു 3 മാസക്കാലം, നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസക്കാലം 12,000 കോടിയോളം രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നേരെ പകുതി 5,900-ലധികം വെട്ടിക്കുറച്ച് പകുതി താഴെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 3 മാസത്തെ കാൽക്കുലേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഈ വർഷം ആകെ എത്രയാണ് വെട്ടിക്കുറച്ചതെന്നുകൊണ്ട് അറിയണം. ഈ വർഷം 17,000 കോടി രൂപയിലധികം, ഇതോടെ വരുമ്പോൾ 17,000 കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് GDP GSDP കണക്കാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട്. അത് 4,250 കോടിയോളം കുറവ് വരും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ്. ഈ 17,000 കോടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുക്കുന്ന ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന നിലയിൽ മുമ്പെടുത്ത കടത്തിന് ഈ വർഷത്തെ നമ്മൾ ചിലവാക്കേണ്ടത് 4,700 കോടി കുറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 50-60 വർഷമായിട്ടെടുത്ത കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി ഉണ്ട്, സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതിന് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് അതിന് 5 വർഷം കൊണ്ട് ഫണ്ട് ഉണ്ടാക്കണമെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വർഷം കൊണ്ട് എടുക്കേണ്ട പണം മൊത്തം വെട്ടിക്കുറച്ച് 3,300 കോടി അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4,800. ഇതുകൂടാതെ 1922 കോടി നമ്മൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണക്ക് അനുകൂലമാണെന്ന് തന്ന പണമുണ്ട്, അതും കുറച്ചു. ഇതുകൂടാതെ GSTP IGSTയുടെ കണക്കിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ തെറ്റല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പുള്ളിൽ നിന്ന് ആകെ ചില സ്റ്റേറ്റുകൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 965 കോടി നമുക്ക് കുറച്ചു, പല സ്റ്റേറ്റിന് കുറച്ചു. ഇതെല്ലാം കൂടെ വരുമ്പം 11,000 കോടിയായി. ആ 11,000 കോടിയുടെ കൂടെ ഏറ്റവും അവസാനം ഈ ഫൈനൽ ഓവറുകളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കളി നടത്തുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഏതൊരു കളി നിയമത്തിൻ്റെ ഗവൺമെന്റിന്റെ ഇത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്, തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പൊ ഈ 5ാം വർഷത്തിന്റെ അവസാനം നമ്മൾ 3 മാസം കൂടി മാത്രം ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ 3 മാസക്കാലത്തേക്ക് ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ന്യായമുള്ള കാര്യമല്ല. അതൊരു കളി നിയമങ്ങൾക്ക് ക്രിക്കറ്റിലോ മറ്റേതിനകത്തൊക്കെ ഒരു ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല, ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പ്രശ്നം വന്നപ്പോൾ വാസ്തവത്തിൽ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. 17-ാം തീയതിയാണ് അവിടുന്ന് കത്ത് തയ്യാറാക്കി 17-ാം തീയതി വൈകിട്ടാണ് ഈ വെട്ടിക്കുറച്ചതിന് വിവരം വരുന്നത്. വാസ്തവത്തിൽ നമ്മൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാവുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുറയാന്ന് വെച്ചാൽ. അപ്പം തന്നെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു, കേന്ദ്ര ഗവൺമെന്റിനോട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് 24-ാം തീയതി ക്രിസ്മസിന്റെ തലേന്ന് അവിടെ പോയി കണ്ടു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന്റെ കത്തിന്റെ കോപ്പി നിങ്ങൾക്ക് തന്നതാണ്. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ അവസാനം വെട്ടിക്കുറയ്ക്കാൻ പാടില്ല, എന്നാൽ പിന്നെ ന്യായമായി ഞങ്ങൾക്ക് തരേണ്ട കുറെ പണമുണ്ട്. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് തന്നെ 1 വർഷം കൊണ്ടല്ല പിടിക്കേണ്ടത്, 5 വർഷം കൊണ്ടാണ്. അതിനാണെങ്കിൽ തന്നെ ഇത്ര പറ്റില്ല. NH പണിയുന്നതിന് പണം കേരളം മാത്രമാണ് 6,000 കോടിയോളം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി കൊടുത്തത്. വേറൊരു സ്റ്റേറ്റും ഇല്ല. NHI ടോള് പിരിക്കുന്നതാണ്. ഇതൊന്നും സംബന്ധിച്ചില്ല, അത് അങ്ങനെ ഒരു സ്ഥിതി നിൽക്കുന്നു. അപ്പൊ ഈ ഒരു സ്ഥിതി വരുന്നത് സ്റ്റേറ്റിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് വീണ്ടും പറയണം. ഞങ്ങളത് കണ്ടത് തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് കുറേയേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് മിനി ബഡ്ജറ്റ് അല്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചത് അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. 2,000 രൂപ ക്ഷേമ പെൻഷനും 1,000 രൂപ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കുട്ടികളുടെ ഈ കണക്ട് വർക്കും ഒക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ കണ്ടിട്ടായിരിക്കണം. ഇത് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്നത് UDF-നും കൂടിയാണ്. UDF-ഉം BJP ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ കണ്ടുകൊണ്ട് അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത കൊണ്ടായിരിക്കും. എന്തായാലും ഇത് വരുമ്പം ഇവരെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് ആകെ തകരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി കേട്ടോണ്ടിരിക്കുന്നതാണല്ലോ, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു, പോലും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും പലരും എഴുതുന്നുണ്ട് അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും എഴുതിയിട്ടും അതൊന്നും നടക്കുന്നില്ല.
കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കേരളത്തിന്റെ ആകെ ചെലവിൽ ഓരോ വർഷത്തെയും ചെലവിൽ തന്നെ 1,15,000 കോടിയാണ് തൊട്ടു മുമ്പത്തെ 5 വർഷക്കാലം ശരാശരി ഒരു വർഷം ചെലവാക്കിയെങ്കിൽ ഇപ്പൊ അത് 1,70,000 കോടിയിലേക്ക് മേളെത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും വെട്ടിക്കുറവ് വന്നു. വെട്ടിക്കുറവ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. 31,000 കോടി രൂപ നമുക്ക് ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നത്, ഒരു വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇപ്പം അത് 6,000 കോടിയിലേക്ക് ചുരുങ്ങി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നത് 19,000 13,000 ഒക്കെ കിട്ടിയത് അതില്ല, സീറോ. GST കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് 12,000 കോടിയാണ് ശരാശരി ഒരു വർഷം, അതുമില്ല. ഇതൊക്കെ പറഞ്ഞു. ബോറോയിങ് 5% വരെ എടുക്കാറുണ്ട് കോവിഡ് സമയത്ത്, 5% ഓഫ് ദി GSDP. അത് പറഞ്ഞ് താഴോട്ട് വന്നു. ഇതൊക്കെ ആയിട്ടും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് വരും. ഇതിപ്പോൾ ഞാനിത് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മുന്നണിയുണ്ട്. ഗവൺമെന്റിന്റെ പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിന്റെ പ്രശ്നം എന്ന നിലയിൽ ഈ പ്രശ്നം കേരളത്തിനോട് ആത്മാർത്ഥതയും താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിക്കണം. BJPയുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരടക്കം മന്ത്രിമാരുണ്ട്, അവർ ഈ പ്രശ്നം ഉന്നയിക്കണം. കേരളത്തിന്റെ പ്രശ്നമാണ്, കേരളത്തിന് വരേണ്ട പണം, വലിയ തോതിൽ വരേണ്ട പണം കിട്ടുന്നില്ല. ഇതിന് മറുവശം ഇവർ പറഞ്ഞ സാമ്പത്തികമായിട്ട് എന്തോ കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നുണ്ടെന്ന് ആദ്യമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോ പറയുന്നില്ല. കേരളത്തിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ പഠനമായാലും CNRGയുടെ പഠനമായാലും കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ വളർച്ച മെച്ചപ്പെട്ടു എന്നുള്ള കണക്കുകളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അതുപോലെ ഞങ്ങളുടെ ഫിസിക്കൽ കൺസോളിഡേഷൻ, ഞങ്ങളുടെ വരുമാനം വർദ്ധിച്ചു, ഞങ്ങളുടെ പൊതുവിലുള്ള കടത്തിന്റെ പരിധി കുറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പാർലമെന്റിൽ തന്നെ കേരളം ഫിസിക്കൽ കൺസോളിഡേഷനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. വെച്ചാൽ അവർ അത് അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ചെറിയൊരു കാര്യമല്ല. അത് കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ല, മോശമാണെന്ന് പറയുന്നതിന്റെ കണക്കുകളൊക്കെ തെറ്റാണ് എന്ന് കാണിക്കുന്നതാണ് ഈ 2 റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഫൈനാൻസസിന്റെ 23-24 റിപ്പോർട്ട് ഇപ്പോൾ വന്നതാണ്. ഇത് നമ്മുടെ കൺട്രോളറിന്റെ CNRGയുടെ റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള റിസർവ് ബാങ്കിന്റെ. ഇത് ഡീക്കേഡൽ 10 വർഷത്തെ കണക്കുകൾ എടുത്തിട്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ. അതുപോലെ ഹാൻഡ് ബുക്ക് ഓൺ മറ്റേ ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടിലും കേരളത്തിന്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടു എന്ന് അതിനകത്ത് പറയുന്നുണ്ടോ. കേരളീയരെ സംബന്ധിച്ച് അഭിമാനകരമാണ്, ധനകാര്യ വകുപ്പിന് സന്തോഷമുള്ളത്. പിന്നെ റവന്യൂ വരുമാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതിതര വരുമാനത്തിന്റെ വർധന വലിയ തോതിലുണ്ട്, നികുതി വരുമാനത്തിന്റെ വർധന വലിയ തോതിലുണ്ട്. ശതമാനങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ആകെ വരുമാനത്തിൽ സ്വന്തം വരുമാനം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന 6ാമത്തെ സംസ്ഥാനം കേരളമാണ്. അതിനകത്ത് ടേബിളിലുണ്ട്. ഏറ്റവും കൂടുതൽ വരുമാനം, സ്വന്തം വരുമാനം പെർസെൻറ്റേജ് ഓഫ് ഓൺ റെസീപ്റ്റ്സ് വർദ്ധിച്ചു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ആകെയുള്ള വരുമാനത്തിനകത്ത് 70-72% കേരളം തന്നെത്താൻ എത്തിക്കണം. പക്ഷേ അത്രയും ശതമാനം കേന്ദ്രം കൊടുക്കുന്ന വലിയ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ബീഹാറിന്റെ സ്റ്റേറ്റ് കണക്കെടുത്ത് നോക്കിക്കോളും, അതുപോലെ പല സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിക്കോളും, നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ ഇങ്ങനെ 50%-ലധികം അതത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് 50%-ലധികം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന പിന്നെ നമ്മുടെ രാജ്യത്ത് 15ഓളം സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ തരത്തിലുള്ള ഇംബാലൻസുകളുണ്ട്. ഇതൊരു പ്രധാന പ്രശ്നമാണ് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ആഭ്യന്തര കടവളർച്ചയുടെ കണക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ തോതിൽ പറയുക, ഇപ്പൊ അതങ്ങ് പോയി, കടം അങ്ങനെ വർദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ കണക്കുകൾ വരുന്നുണ്ട്. കേരളത്തിലെ ആകെ സ്റ്റേറ്റുകൾ ഏറ്റവും കൂടുതൽ കടം എടുക്കുന്ന സ്റ്റേറ്റുകളുടെ കണക്കെടുത്താൽ 18ാമത്തെ സ്ഥാനമേ ഉള്ളൂ കേരളം മുന്നിലൊന്നും അല്ല. നമുക്ക് നിയന്ത്രണത്തിന്റെ അവർ പറയുന്ന കണക്കിന് അപ്പുറത്തേക്കുള്ള കടമില്ല. അതുപോലെ ആകെ കടത്തിന്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പൊതുകടത്തിന്റെ കാര്യത്തിനകത്ത് 24.88% കേരളത്തിലുള്ളൂ. അതും ദേശീയ ശരാശരിയേക്കാളും വളരെ മെച്ചപ്പെട്ട തരത്തിൽ തന്നെയാണ് നമ്മുടെ സ്ഥിതി വയ്ക്കുന്നത്. ഇങ്ങനെ എല്ലാ റെക്കോർഡ് അനുസരിച്ചും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വന്നിട്ടുള്ളൊരു മാറ്റം. ആ മാറ്റം ഇതിനകത്ത് എടുത്തു പറയുന്നു. RBIയുടെ റിപ്പോർട്ട് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഇരട്ടി വർധനയുണ്ടായി. 2016 1,66,246 രൂപയായിരുന്നു പെർ ഹെഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് 3,08,338 രൂപയായിട്ട് ആളോഹരി വരുമാനം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എടുത്തു കാണിക്കുന്നത് ആളുകളുടെ ജീവിതം എത്രയും മെച്ചപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് കേരളത്തിന്റെ ഇന്ത്യയിലാകെയുള്ള സ്ഥിതി എടുത്താൽ സംസ്ഥാനങ്ങളുടെ ആകെ സ്ഥിതി നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും 7ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മളെക്കാളും വളരെ വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള
മഹാരാഷ്ട്ര പോലെയോ ഒക്കെയുള്ള ചില സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. 2015-16 5.62 ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ ആകെ GSDP എങ്കിൽ അത് വർദ്ധിച്ച് ഇപ്പോൾ 24-25 12.49 ആയിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖല വലിയ തോതിൽ 2011-12 അപേക്ഷിച്ചിട്ട് 3.5 മടങ്ങാണ് ഈ സമയം വർദ്ധിച്ചത്. ഉൽപാദന മേഖലയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ നേരെ അതിന്റെ മൂല്യം 2014-15 51,619 കോടിയിൽ നിന്നും 24-25 അത് 1,02,250 കോടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഗ്രോസ് വാല്യൂ ആഡഡ്. അതിനകത്ത് വ്യവസായ മേഖലയിലെ മൂല്യവർധന 1,30,000 കോടിയിൽ നിന്നും 2,67,000 കോടിയായിട്ട് വർദ്ധിച്ചു. സാമ്പത്തിക സർവീസസിന്റെ കാര്യത്തിൽ 10 വർഷത്തിനിടയിൽ നമ്മുടെ മൂല്യവർധനവ് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. 22,335 കോടിയിൽ നിന്നും 58,135 കോടിയായി. നികുതിയേതര വരുമാനം സംസ്ഥാനത്തിന്റെ 8,425 കോടിയായിരുന്നു 2015-16. അതിപ്പോൾ 18,356 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. ഞാൻ ഇതൊക്കെ പറയുന്നത് കണക്കെപ്പോഴും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് അല്ല അതൊക്കെ കണക്കുകളടക്കം. പക്ഷേ ഇത്ര 3 ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളത് എനിക്ക് കണക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ കണക്ക് പറയുമ്പം കണക്കാണെങ്കിലും കിട്ടുമ്പോൾ പണമാണ് ആളുകളുടെ കയ്യിൽ. പറയുമ്പോൾ കണക്കാണെങ്കിൽ ഇത് ആളുകളുടെ കയ്യിലേക്ക് എത്തേണ്ട പണമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ കണക്കുകൾ പറയുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ തനത് നികുതി വരുമാനം 2020-21 47,000 കോടി രൂപയായിരുന്നത് 24-25 റിപ്പോർട്ട് അനുസരിച്ച് 84,854 കോടിയായി. അതും വലിയ പെർസെൻറ്റേജ് വർധനയാണ്. ഇങ്ങനെ മൊത്തം നമ്മുടെ തനത് വരുമാനം 1 ലക്ഷം കോടി വരുമാനം പിന്നിട്ടു എന്നുള്ളത് കണക്കുകളുള്ളതാണ്. അപ്പം ഈ തരത്തിൽ മൂലധന ചെലവിന്റെ കാര്യം നോക്കിയാൽ വലിയ വർധനയുണ്ട്. സാമൂഹ്യ മേഖലയിലെ ചെലവിന്റെ കാര്യം എടുത്ത് നോക്കിയാലുണ്ട്. എല്ലാ മേഖലയിലും ആ വർധനയൊക്കെ വന്നപ്പോൾ കേരളം ഫിനാൻഷ്യലി വെൽ മാനേജഡ് അല്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ പ്രശ്നം? കേരളത്തിന് പ്രശ്നം ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 70% 60% കൊടുക്കുമ്പോൾ ഇന്ത്യൻ ശരാശരി 50% കൊടുക്കുമ്പോൾ കേരളത്തിന് 25% താഴെ കിട്ടുന്നുള്ളൂ. ഇത് കൂടുതൽ കൂന്മേ കുരുന്ന പോലെ പ്രശ്നം ഉണ്ടാക്കുന്ന പുതിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ GST പരിഷ്കരണം വന്നു. അന്ന് നമ്മൾ പറഞ്ഞു GST നടപ്പിലാക്കുന്ന സമയത്ത് റവന്യൂ ന്യൂട്രൽ റേറ്റ് ആകെ 100 രൂപയുടെ സാധനം വിറ്റാൽ 14 രൂപയായിരുന്നു ആവറേജ് GST കിട്ടുന്നതെങ്കിൽ അത് നേരത്തെ ചാർജ് കുറച്ച് 11 ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ട് 8 മേളിലായി എന്നാണ് കണക്ക്. കേന്ദ്ര ഗവൺമെന്റ് വരുമാനം തന്നെ കുറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ ആകെയുള്ള നികുതി വരുമാനം തൊട്ട് മുമ്പ് ജനുവരിയിലൊക്കെ 2.23 ലക്ഷം കോടിയായിരുന്നു ഒരു മാസം. അതിപ്പോൾ 1.92 കോടിയിലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പ്രൊപ്പോർഷനായിട്ട് നമുക്ക് പറയും. കേരളത്തിൽ ഇപ്പൊ തന്നെ GST വരുമാനത്തിൽ ഏറ്റവും മുന്നിൽ പെർസെൻറ്റേജിനകത്ത് 4-5-6% ഒക്കെ ഉള്ള കണക്കേ ഉള്ളൂ വർധന. അതിനകത്ത് ഏറ്റവും മുന്നേ നിൽക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട്. കേരളത്തെക്കാളും വലിയ തോതിൽ വാണിജ്യം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ GST വരുമാനം കുറഞ്ഞിരിക്കുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു. ഇത് കൂടുതൽ രൂക്ഷമാണ്. ഒരു വശത്ത് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് പെരുമാറിയില്ലേ 500% വരെ മേടിക്കുന്നു, 125 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തുകൂടി എക്സ്പോർട്ടിന്റെ കാര്യവും ഇമ്പോർട്ടിന്റെ കാര്യവും ബാധിക്കുന്നു, ഇന്റർനാഷണൽ ട്രേഡ് ബാധിക്കുന്നു, നമ്മുടെ നാട്ടിലെ പ്രശ്നം ബാധിക്കുന്നു. അതിന്റെ കൂടെ സംസ്ഥാനങ്ങളെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംസ്ഥാനം. ഇത്രയും റിസർവ് ബാങ്കിന്റെ കണക്കും CNTG-യുടെ ഒരു ഡിക്കേഡ് സർവേയും ഒക്കെ വരുമ്പോൾ അതിനകത്തെല്ലാം കേരളത്തെ പറ്റി നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു. അതിനെ തകർക്കാനും കേരളത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തടയാനുമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അത് കേരളത്തിന്റെ അടിസ്ഥാന നിക്ഷേപത്തിനും സൗകര്യത്തിനും വികസനത്തിനും ബാധിക്കുന്നതാണ്. അതിനെതിരായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, UDF-ന് രാഷ്ട്രീയം അവർ LDF-ന്റെ പരിപാടിയിലൊന്നും വേണ്ട. ഇപ്പൊ LDF ഉൾപ്പെടെ ഗവൺമെന്റ് ഉൾപ്പെടെ സമരങ്ങൾ നടത്തുന്നുണ്ട്. 12-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും അടക്കം നടക്കുന്ന സമരമുണ്ട്. ആ സമരത്തിനകത്ത് LDF-ന്റെ മന്ത്രിസഭ എന്ന നിലയിൽ ചിലപ്പോൾ UDF-ന് സഹകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർ വ്യത്യസ്തമായ സമരം നടത്താമല്ലോ. കേരളത്തോട് താല്പര്യമുണ്ടെന്ന് കാണിക്കാൻ അവരിവിടെ ഒരു സമരം നടത്തുകയും ഡൽഹിയിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് അവരോട് ചോദിക്കുകയാണ്. BJP-ക്ക് കേരളത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ, അവരുടെ MP-മാർ മലയാളികളായ ധാരാളം നേതാക്കന്മാരുണ്ട്. അവരും ഈ കാര്യത്തിലാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. കേരളത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഇത്രയും അപകടത്തിലാവുമെന്നൊക്കെ പറഞ്ഞിട്ടും കേരളം കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടാക്കിയ അതിശക്തമായ കുതിച്ചുചാട്ടവും മുന്നേറ്റവും കേരളത്തിലുണ്ടാക്കിയ വലിയ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ കണ്ണി പിടിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ടുള്ള നിലപാട് വരുന്നു. അപ്പൊ അത് അവർ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ ഈ പറഞ്ഞ റിസർവ് ബാങ്കിന്റെയും
സിയാൻഡേജിയുടെ കണക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഇമ്പ്രൂവ്മെന്റിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അതിനോട് ശക്തമായി പ്രതിഷേധിക്കാനും ഈ നയം തിരുത്തി കേരളത്തിന് വേണ്ടി നിൽക്കാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. പിന്നെ നമ്മൾ നാളെ ഈ പ്രശ്നങ്ങൾ വീണ്ടും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തും. കേരളത്തിന് കിട്ടാനുള്ള ഏറ്റവും അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള മെമ്മോറാണ്ടമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതവിടെ വീണ്ടും ഈ കാര്യങ്ങൾ ഉന്നയിക്കും. ഇതാണ് പറയാനുള്ളത്. അത് കേസ് പറഞ്ഞപ്പോ നമുക്ക് ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ അവരുടെ നോക്കുന്ന കണക്കുകൾ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് GSDP കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. GDP കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. ആ GDP കണക്കാക്കുന്നതാണ് ഇന്ത്യയുടെ GDP ആയിട്ട് എടുക്കുന്നത്. അതനുസരിച്ച് വരുമ്പോൾ അവരുടെ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞിരുന്നത് അവർ നമ്മുടെ കാൽക്കുലേഷനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നതും ഈ ഏജൻസി പറഞ്ഞ കണക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. സുപ്രീം കോടതി നമ്മൾ ഉന്നയിച്ചിരുന്നു. ആ ഉന്നയിച്ചപ്പോൾ അത് അവിടെ വെച്ച് പറഞ്ഞിട്ട് ആ കേസിന്റെ വിധിയുടെ ഭാഗമായിട്ട് ഇന്റർവ്യൂമായിട്ടൊരു കുറച്ച് പണം അനുവദിച്ചല്ലോ, 13,000 കോടി തരേണ്ടതാണ്. അത് തരാതിരിക്കാനും നോക്കി. ആ വർഷം അവൈലബിൾ ഞങ്ങൾക്ക് തരേണ്ടത് പോലും കേസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ കേസ് പറഞ്ഞ് തീർക്കുന്നു പറഞ്ഞ് പറഞ്ഞു വെച്ചപ്പോൾ കോടതി പറഞ്ഞു കേസ് പറഞ്ഞെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുന്നത് നിങ്ങൾ കൊടുക്കുക. അന്ന് തന്നതാണ്. അതിനടുത്ത ദിവസം പറഞ്ഞു ഞങ്ങൾ നോക്കിയപ്പോൾ ആ കണക്കൊന്നും ഇനി നോക്കാനുണ്ടെന്ന് ഞാൻ തന്നെ കുറച്ചു. ഇപ്പോൾ ഈ വർഷം നമ്മൾ അനുവദിച്ച ബോറോയിങ്ങിന്റെ സ്പേസിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടെ GDP നോക്കുമ്പോൾ ഈ ഓൾ ഇന്ത്യയിൽ കുറച്ച് കുറവ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കംപ്രഷൻ കുറയ്ക്കും. അങ്ങനെ പറയുമ്പോൾ കുറച്ച് കുറയ്ക്കുന്നത് ഈ വർഷം തന്നെ ഞങ്ങൾ 4,250 കോടി കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ അടുത്ത് മരണം കൊടുത്തു. അങ്ങനെ കുറച്ചതാണ് ഈ 2,000 കോടി രൂപ. 1922 എക്സാക്ട്ലി 1922 കോടി രൂപ കുറച്ചത്. ഇപ്പോഴും ഈ കണക്കനുസരിച്ചിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നിയമപരമായ സാധാരണഗതിയിലുള്ള ഫിനാൻസ് കമ്മീഷൻ്റെയോ ഒക്കെ തിയറി അനുസരിച്ച് ഈ വർഷവും തരേണ്ട ബോറോയിങ് സ്പേസിൽ 4,250 കോടി കുറച്ചാണ് തരുന്നത്. അത് ആർബിട്രറി ആയിട്ടാണ് പല തീരുമാനങ്ങൾ വരുന്നത്. അവർ ഇങ്ങനെ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ഉത്തവർണ്ണനും അധവർണ്ണനും പോലെ എന്നുള്ള ബന്ധത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് പ്രശ്നം. മലയാള ഭാഷാ ബില്ലിനെതിരെ കർണാടക രംഗത്തെത്തിയിരിക്കുകയാണ്. മലയാള ഭാഷാ ബില്ലിനെതിരെ കർണാടക രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വെല്ലുവിളിയാണെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ്. അത് ഏത് തരത്തിലായിരിക്കും? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പോസ്റ്റ് ഒന്നും കണ്ടില്ല. ഒരു ഭാഷാ ന്യൂനപക്ഷത്തിനും ഒരു വിഭാഗത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. കേരളത്തിലെ ജനങ്ങളും എല്ലാവർക്കും ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അക്കാര്യത്തിനകത്ത് 100% ഉറപ്പാണ്. അത് അങ്ങനെ വികാരം കൊള്ളിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നെങ്കിൽ അത് ശരിയല്ല. കേരളം എല്ലാവരുടെയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും ഒരേപോലെ തന്നെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്ന സ്ഥലമാണ്. ലാംഗ്വേജും ഓക്കെ. അല്ല, പ്രധാനമായും ഉന്നയിക്കുന്നത് ഇപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വന്ന വെട്ടിക്കുറവ് തന്നെയാണ്. പ്രത്യേകിച്ച് GSTയുടെ കാര്യത്തിലൊക്കെ വന്നത് ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 8 സംസ്ഥാനങ്ങളാണ്. അതിനകത്ത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. 3 കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, ബംഗാള്, തമിഴ്നാട്, പിന്നെ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇൻഫോർമലി എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കുന്നുണ്ട് വരുമാനക്കുറവുണ്ടാവുന്നു. അന്ന് വരുമാനക്കുറവ് ഉണ്ടാവില്ല, അപ്പോൾ വരുമാനക്കുറവുണ്ടായ കോമ്പൻസേഷൻ തരണമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേട്ടില്ല. പക്ഷെ ഇപ്പം ഫലത്തിൽ വലിയ തോതിലുള്ള കുറവ് വന്നപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് കേരളം സാധാരണ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. കേരളത്തിന്റെ റെയിൽവേ സൗകര്യങ്ങൾ, നമ്മുടെ റബ്ബറിന്റെ 200 രൂപയാക്കി കേരളം. ആദ്യമായിട്ടാണ് നമ്മൾ 200 രൂപ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മറ്റു വിവാദങ്ങളുടെ ഈ കൃഷിക്കാർക്കും നാട്ടുകാർക്കും ഓരോരുത്തർക്കും കിട്ടിയത് നമുക്ക് പലപ്പോഴും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. 200 രൂപ, 150 രൂപയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ. അത് പടിപടിയായി വരുത്തി 200 രൂപയാക്കി 1 കിലോ റബ്ബറിന്. നമ്മുടെ ആവശ്യം അത് 250 രൂപയാക്കാൻ ബാക്കി 50 രൂപ കേന്ദ്രത്തിലാണ്. കാരണം റബ്ബർ ഉണ്ടാകുന്ന ഇവിടെ ഉള്ളൂ. താമരക്കുരുവിന് പ്രത്യേക ഒരു സ്കീം കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് അനൗൺസ് ചെയ്തു. കാരണം അത് കൂടുതൽ ഉണ്ടാകുന്നത് അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില സംസ്ഥാനങ്ങളിലായിരുന്നു, ബീഹാറിലായിരുന്നു. അപ്പൊ താമര നല്ലതാണ്. അതിപ്പം എല്ലാവരും എനിക്കൊന്നു ഡയറ്റ് ഫുഡിന് വരുന്നതാണ് സാർ. പക്ഷെ ഇവിടെ റബ്ബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേരളത്തിലെ ആളുകൾ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയിൽ ആകെയുള്ള റബ്ബറിന്റെ 95% ഉണ്ടാകുന്ന കേരളത്തിലാണ്. പ്ലാന്റേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ട സെക്ടറിനെ മാറ്റി നമ്മൾ പ്ലാന്റേഷൻ ചെയ്തു. നമുക്കിപ്പോൾ 7 വർഷം കഴിയണം റബ്ബർ വെട്ടി തുടങ്ങാൻ. 30 വർഷം നിൽക്കും. ഈ മരം ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് മരച്ചീനി ഇടാനോ വേറെ ഒരു ചെടി വെക്കാനോ പറ്റില്ല. സോ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയുടെ എക്കണോമിക് താല്പര്യം സംരക്ഷിച്ചും കൃഷിക്കാരെ സംരക്ഷിക്കാൻ തരേണ്ടതാണ്. അപ്പൊ 250 രൂപ ആക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. നമ്മൾ ബാക്കിയിട്ടാണ് 150-ൽ 200 രൂപ നമ്മൾ വർദ്ധിച്ചു. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതിന് വിലയേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. തറ നെല്ലിന് നമ്മൾ 30 രൂപ കൊടുക്കുന്നത് പോലെ. അപ്പൊ ഇതുപോലെ കൃഷിക്കാരുടെ പ്രശ്നമുണ്ട്.
പിന്നെ നമ്മുടെ പ്രത്യേകമായ സവിശേഷമായി വയനാടിന് നമ്മൾ നേരത്തെ ചോദിച്ചു, വിഴിഞ്ഞത്തിന് നമ്മൾ നേരത്തെ ചോദിച്ചു, ഇപ്പോഴും ചോദിക്കുകയാണ്. വിഴിഞ്ഞത്തിന് ഒരു വലിയ പ്രൊജക്റ്റാണ് വിഴിഞ്ഞം. ഒരു നയാ പൈസ അത് തരുന്നില്ല. എങ്ങനെയാ കേരളം ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത്? ഇത് കേരളത്തിന് വേണ്ടി മാത്രമാണ്, ഇന്ത്യയിലെ മുഴുവൻ ആവശ്യത്തിനുള്ള പോർട്ടല്ലേ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ പലതും നാളെ ആ കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് തരാം, നമ്മൾ കൊടുക്കുന്ന മെമ്മോറാണ്ടം തരാം. ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, റെയിൽവേ സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട്, കേരളത്തിനാകെ കിട്ടേണ്ട പണം വെട്ടിക്കുറച്ചതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പറയുക. പൊതുവായ ഒരു എക്കണോമിക് പോളിസിയെ സംബന്ധിച്ച് പറയും. സാധാരണഗതിയിൽ ഈ ഫിസിക്കൽ പോളിസി ഉണ്ടാക്കുന്നത് ബഡ്ജറ്റിലാണല്ലോ ആ പോളിസികളുണ്ട്. ഈ അമേരിക്കയുടെ ഇത്രയും വലിയ ഏകാധിപത്യവും ധിക്കാരവും വരുമ്പോൾ ഒരക്ഷരം തിരിച്ചു പറയാതെ കീഴടങ്ങി പോയ മനുഷ്യൻ എവിടെ പോയി നിൽക്കും? ഗവൺമെന്റ് സ്പെൻഡിങ് എല്ലാം കുറയ്ക്കുകയാണ്. ഗവൺമെന്റിന് പിന്നെ ടാക്സിന്റെ കാര്യത്തിൽ എടുത്തു കളയുന്നു. ടാക്സ് എടുത്തു കളയുമ്പോൾ ഒരു കാര്യമുണ്ട്. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നികുതി ഇല്ലെങ്കിൽ നല്ല വരുമാനമുള്ള ഭാഗത്തുനിന്ന് നികുതി പിടിച്ച് ബാക്കിയുള്ളവർക്ക് ലൈഫ് പദ്ധതിയും ഏറ്റവും പാവപ്പെട്ടവരുടെ ചികിത്സയും ഒക്കെ കൊടുക്കുന്നതിന് നികുതി വളരെ പ്രധാനമാണ്. അപ്പൊ നികുതി കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുന്ന അമേരിക്ക തന്നെയാണ് ഇന്ത്യയിലെ ടാക്സ് വളരെ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇതിനെ കൂടാതെ ബോറോയിങ് ഇനി കുറച്ച് കൊടുന്ന് ബോറോയിങ് എടുക്കാൻ പറ്റത്തില്ല. ബോറോയിങ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് കാര്യം എടുക്കേണ്ട, ഓരോ വ്യക്തികളും കൃത്യമായ ഒരു പരിധി കടമെടുക്കാനുള്ള അനുവാദം ഇല്ലെങ്കിൽ ഈ സാമ്പത്തിക രംഗത്ത് ഇത്രയും നിക്ഷേപം പറ്റുമോ എന്ന് പറഞ്ഞാൽ വീട് വെക്കാൻ പറ്റുമോ, ഫാക്ടറി നടത്താൻ പറ്റുമോ, പ്രൈവറ്റ് ബിസിനസ്സുകാർക്ക് ലോൺ എടുത്തിട്ട് അവരുടെ ബിസിനസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ബോറോയിങ് തിരിച്ചടവ് ഉണ്ടാവണം എന്നുള്ള ഉറപ്പ് മതി. അപ്പം ബോറോയിങ് വെട്ടി കുറയ്ക്കുന്നു. ഞാൻ പറഞ്ഞു ഒരു ദിവസം ടാക്സ് കുറയ്ക്കുന്നു, ബോറോയിങ് കുറയ്ക്കുന്നു. ചുരുക്കത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ചുരുക്കി കൊണ്ടുവരുന്ന തരത്തിലാണ് വലിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങളുടെ താല്പര്യം. അതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫിസിക്കൽ പോളിസിയിൽ വ്യത്യാസം വേണം. തൊഴിലുറപ്പ് പദ്ധതി നിർത്തുകയാണ്. പൈസ കുറയ്ക്കുന്ന നല്ല നിങ്ങൾ കാണണ്ടേ. തൊഴിലുറപ്പ് പദ്ധതി നിർത്തുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി നിർത്തുമ്പോൾ കേരളത്തിൽ മാത്രം 10 കോടി തൊഴിൽ ദിനങ്ങൾ വേണമെന്നാണ് നമ്മുടെ വരുന്ന വർഷത്തെ കാഴ്ചപ്പാട്. 10 കോടി തൊഴിൽ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കൂലി അത്രയും വീടുകളിൽ ചെല്ലും, കമ്പോളത്തിൽ വരും, തൊഴിലായി മാറും. അത് എന്തിനാ? ഇക്കണോമി ആക്ടിവൈസ് ചെയ്യാനാ. ആ എക്കണോമി ആക്റ്റീവ് ആക്കാതെ ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൂടുതൽ തൊഴിൽ എല്ലാവർക്കും സർക്കാർ ജോലി നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും വലിയ ഒരേ ഫാക്ടറിയിൽ കൊടുക്കാൻ പറ്റില്ല. വ്യത്യസ്തമായ ജോലി, കർഷകരുടെ വരുമാനം, ഇതൊക്കെ ഉറപ്പാക്കുന്ന ഫിസിക്കൽ പോളിസിയിൽ വളരെ സമഗ്രമായ ഈ ജനപക്ഷത്തിൽ നിന്നിട്ടുള്ള സമീപനം വേണമെന്നുള്ളത് ഞങ്ങൾ ബഡ്ജറ്റിൽ പറയും. ഞങ്ങൾ ബഡ്ജറ്റ് സംബന്ധിച്ചാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ പറയും. അതെപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഒരു സമീപനം തന്നെയാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും. ഇല്ല, ബഡ്ജറ്റിനകത്ത് പറയുന്ന കാര്യങ്ങളും അടുത്ത ബഡ്ജറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നല്ലേ പറയാൻ പറ്റും. ഇതുവരെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പൊ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ അത് തയ്യാറാക്കുന്നുള്ളൂ. അതിന്റെ ഇപ്പൊ പറയാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിലവിലുള്ള കാര്യം തന്നെ. ഇങ്ങനെ നിങ്ങൾ 2000 കൊടുക്കുന്നത് 1000 രൂപ എന്തിനാ സ്ത്രീകൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ കട്ട് ചെയ്തത്. അപ്പം മനസ്സുകൊണ്ട് കൈയടിക്കുവാണല്ലോ UDF. സാധനം കിട്ടി. LDF UDF എന്നുള്ള വ്യത്യാസം പാടില്ല. ഇവിടെ പിന്നെ വെറും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കം ഉണ്ടാക്കി നിൽക്കാനല്ലാതെ കേരളത്തിന്റെ താല്പര്യത്തിൽ ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നത് ശരിയല്ല എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞോ? കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. കേരളത്തിന് കിട്ടേണ്ട കാര്യമാണ്, ഇതല്ലാതെ ഏതെങ്കിലും കുറച്ച് ആൾക്കല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വേദികളിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും കൂടി കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ അവിടെ അവർക്ക് കൊടുത്തതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രസകരമാണ് അവർ ചോദിക്കുന്ന കാര്യം. ഇപ്പം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റിയുള്ള ചോദ്യം സാധാരണഗതിയിൽ നല്ലൊരു കാര്യം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. പക്ഷെ അവിടെ ചോദിച്ചെന്താ, ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റേഷൻ കൊടുക്കണോ കൊടുക്കാതിരിക്കണേ എന്ന തരത്തിലുള്ള ചോദ്യം. ലീഡിങ് ക്വസ്റ്റ്യൻസാണ്. ഉള്ള റേഷൻ കൂടെ കഞ്ഞി പാറ്റിടുക എന്ന് പറഞ്ഞ പോലെ, കഞ്ഞിയിൽ മണ്ണുവാരി ഇടുക എന്ന് പറഞ്ഞ പോലെ അത് കൊടുക്കണമെന്ന് അറിയത്തില്ല ചോദ്യം. അങ്ങനെ ചോദിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള MP വരെ. എന്താണ് അവരെ നയിക്കുന്ന വികാരം എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ അതിദാരിദ്ര്യമൊക്കെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനിമേൽ കേരളത്തിന് റേഷൻ കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ ലീഡിങ് ക്വസ്റ്റ്യൻ. റേഷൻ കൊടുക്കണ്ട കേട്ടോ, ഒരു ഉപദേശ. ഇതാണ് MP പലപ്പോഴും ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ താല്പര്യത്തിന് അനുകൂലമല്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ UDFന്റെ വയനാട്ടിലെ ക്യാമ്പിന്റെ സമാപനം അതിനെ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിലെ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് കേരളത്തെ മുക്തരാക്കും, നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയൊരു പ്രചാരണ വിഷയം തന്നെയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിനോടുള്ള ഒരു മറുപടി? അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ എടുക്കണ്ട. ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് പറയാൻ പറ്റുന്ന ഒന്ന് CNTG, ഒന്ന് റിസർവ് ബാങ്കുമാണ്. ഈ രണ്ടുപേരും പറഞ്ഞേക്കുന്നത് കേരളത്തിൽ നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായിട്ട് ഇന്ത്യൻ ശരാശരിയേക്കാളും മുന്നിലാണ്.
നമ്മുടെ കടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണെന്ന് റിസർവ് ബാങ്കും CAG പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഏജൻസി ഇൻഡിപെൻഡന്റ് ഏജൻസി ആണല്ലോ എന്ന് പറഞ്ഞാലും. പിന്നെ വളരെ കൃത്യമായി മാനേജ് ചെയ്തിരുന്നതാണ് നേരത്തെ. 18 മാസം വരെ പെൻഷൻ കൊടുത്തിരുന്നില്ല, വേറെ പലതും കൊടുത്തിരുന്നില്ല. നല്ല മാനേജ്മെന്റ് ഒക്കെ ആൾക്കറിയാം. 10 വർഷമായതുകൊണ്ട് കുറച്ച് പേര് മറന്നുപോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നിരന്തരമായ അവർ പറയും ശമ്പളം കൊടുക്കാൻ പോകുന്നില്ല, ശമ്പളം കൊടുക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞാൻ ധനകാര്യമന്ത്രിയായ ആദ്യ വർഷം തൊട്ട്, ഈ രണ്ടാം ഗവൺമെന്റ് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ശമ്പളം കൊടുക്കാൻ പോകുന്നില്ല, മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ പോകുന്നില്ലെന്നാണ്. ഏറ്റവും കൂടുതൽ വെട്ടിക്കുറവ് വന്ന കാലത്തും ഇതെല്ലാം ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഈ കാര്യം ചെയ്തു. സുപ്രീം കോടതിയിലടക്കം കേസ് പോയി. ഇന്ത്യയിലെ BJP ഗവൺമെന്റിനെതിരെ ഇത്രയും ശക്തമായ നിലപാടെടുത്തിട്ട് ഒരൊറ്റ സംസ്ഥാന ഗവൺമെന്റേ ഉള്ളൂ. ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഡൽഹി പോയി സമരം നടത്തിയത്, സുപ്രീം കോടതി കേസ് പോയത്. അപ്പൊ BJPയുടെ നിലപാടുകൾക്ക് മുമ്പ് മുട്ടുറയ്ക്കുന്നവരല്ല ഇടതുപക്ഷം. ഭരണപരമായ കാര്യങ്ങളിൽ സഹകരിച്ച് പോകും. ഇപ്പോഴും ഞങ്ങൾ ഭരണപരമായ ഇന്ന കാര്യം കിട്ടണമെന്ന് പറയും. പക്ഷേ ഭരണഘടന, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഒറിജിനൽ സ്യൂട്ട് സുപ്രീം കോടതിക്ക് മുമ്പ് പോയി കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ പോയ ഒറ്റ കേസേ ഉള്ളൂ. അതിനകത്ത് ഗ്രൗണ്ട് ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണല്ലോ സുപ്രീം കോടതി അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഫോം ചെയ്ത് വിട്ടേക്കുന്നത്. കേസ് ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പൊ അത് ഞങ്ങൾ ചെയ്തു. ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്തു. ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമീപനം എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ കാര്യങ്ങളിൽ ജനങ്ങളുടെ ആവശ്യത്തിന് കോംപ്രമൈസ് ചെയ്യാതെ പോവാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നേരത്തെ ഞങ്ങൾ അവർ ഭരിച്ചുകൊണ്ടിരുന്ന കാര്യത്ത് എങ്ങനെയാണെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാം. അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്നതാണ്, എങ്ങനെയാണ് ഈ ക്ഷേമ പദ്ധതികളെ കാണുന്നത്. അതിപ്പോൾ മാത്രമല്ല, കെ നായനാർ ഗവൺമെന്റ് 45 രൂപ കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉൽപാദനക്ഷമമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് തടഞ്ഞത് നമുക്ക് വായിച്ചിട്ടുള്ളതാണല്ലോ. അന്ന് മുതൽ ഇങ്ങോട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് നല്ല പദ്ധതികളുണ്ട്. എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ എന്നാലേ തന്നെ പറയാം. BJP ഇതിൻ്റെ കൂടെ വരില്ലല്ലോ. കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അവരുൾപ്പെടെ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പറയട്ടെ. അവരുൾപ്പെടെ എങ്ങനെയാണ് ശ്വാസം പൊട്ടിക്കുന്നത് പറയട്ടെ. നിങ്ങൾ ഓരോ സ്റ്റേറ്റിന്റെ എടുത്ത് നോക്ക്. ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സ്റ്റേറ്റിന്റെ എടുത്ത് നോക്ക്. ഏറ്റവും സമ്പന്നമായ തെലങ്കാനയിലടക്കം മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? ശമ്പളം കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ? അവിടെ പ്രശ്നം വന്നില്ലേ? നേരത്തെ ആന്ധ്ര കോൺഗ്രസ് ആയിരുന്നു, അവിടെ വന്നില്ലേ? അപ്പൊ ഏറ്റവും സമ്പന്നമായ തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഈ നയങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നതിന് ഞങ്ങളത്തരം കാര്യങ്ങൾ ഒരു കോമൺ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഒരു സ്റ്റേറ്റിനും, അത് UP ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെ ബാധിക്കരുത്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ആ സ്റ്റേറ്റുകളും ഇത്തരം കാര്യങ്ങൾ സഹകരിക്കുന്നതാണ്. അവരിങ്ങനെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് പരമാവധി ഇപ്പൊ കുഴപ്പം വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന സമീപനം അല്ല വേണ്ടത്. ഇനിയിപ്പോൾ അവർ പറയുന്നുണ്ട് കേരളത്തിലെ ഫിസിക്കൽ മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ. അതുകൊണ്ടാണ് അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിസർവ് ബാങ്കിന്റെയും CAGയുടെയും അത് 10 വർഷക്കാലത്തെ കണക്ക് CAGയുടെ കണക്കാണ്, റിസർവ് ബാങ്കിന്റെ കണക്കാണ്. അപ്പൊ ഇത് എങ്കിലും അവർ കണ്ട് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കടത്തിനെ പറ്റിയായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടത്. കടം കൂടി പോവാണ്. 6 ലക്ഷം കോടിയായി. 6 ലക്ഷം കോടിയാവുമെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പട്ടിതരായ ചിലരും അവരെ സഹായിക്കുന്നവർ പറഞ്ഞു. ഇപ്പൊ എത്ര? ഈ വർഷം കഴിയുമ്പോൾ 4,75,000 കോടിക്ക് അപ്പുറം പോവില്ല. സാധാരണ അവർ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. കഴിഞ്ഞ 30 വർഷത്തെ കണക്കെടുത്താൽ ഓരോ 5 വർഷം കൊണ്ട് കടം ഇരട്ടിയാവും, അല്ലെങ്കിൽ 90% ആവും, വർദ്ധിക്കും. ഇപ്പൊ അത് വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 39% വരെ GSTPയുടെ 39% വരെ കടം ഉണ്ടായിരുന്നത്, ബോറോയിങ് ഉണ്ടായിരുന്നത് കോവിഡ് സമയത്താണ്. അത് കുറഞ്ഞ് 34-നടുത്തേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ 13,000 കോടിയാണേ. ഈ 5 വർഷത്തെ ഞങ്ങൾക്ക് വെട്ടിക്കുറച്ച് അല്ലെങ്കിൽ ഞങ്ങൾ കടം കുറച്ചോ നോക്കിയാൽ 1,25,000 കോടി രൂപ കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടി ആവേണ്ടതാണ്, 4,75,000 ആയുള്ളൂ. ഒരു വർഷം 25,000 കോടി വെച്ചത് മാത്രം കുറവ്. അപ്പൊ ഇതെല്ലാം കുറഞ്ഞിട്ടാണ്, അത്രയും കൺട്രോൾ ചെയ്തിട്ട് ഇതൊക്കെ വന്നിട്ടും ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ്. ആ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം കേന്ദ്രത്തിന്റെ അടുത്തുനിന്ന് ഇത് വാങ്ങാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കേണ്ടതാണ്. അതിന്റെ ഒന്നും ഇപ്പം പറയുന്നില്ല. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് തന്നെ ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിന്റെ കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, ഗൗരവമായ അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരുപാട് വെട്ടിക്കുറവ് നമുക്കുണ്ടായിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ധനാണ് ഒരുപാട്. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് നമ്മുടെ വെൽഫെയർ സ്പെൻഡിങ് മിനിസ്റ്റർ ഇപ്പൊ തന്നെ പറഞ്ഞു ഫിസിക്കൽ കൺസോളിഡേഷൻ എന്നിട്ടുണ്ടാവും. അപ്പൊ ഈ മാജിക് നമ്മൾ എങ്ങനെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,000 കോടി രൂപയായിരുന്നു ഞങ്ങൾ വന്ന ഫസ്റ്റ് ഇയറിലെ നമ്മുടെ SOTR, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. ആ 47,000 എന്നുള്ളത് ഇപ്പൊ 87,000-90,000 കോടിയായി. നേരെ അത്രയും വർദ്ധിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, ടാക്സ് കൂട്ടാൻ പറ്റത്തില്ല സംസ്ഥാന ഗവൺമെന്റ്. GST ആണ് മേജർ
റവന്യൂ. അപ്പം ആ ടാക്സ് വർദ്ധിച്ചു. നമുക്കപ്പം പ്രൊപ്പോർഷണലായി കിട്ടേണ്ടത് അവിടുന്ന് കിട്ടാതെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ചില മേജർ സ്റ്റേറ്റിന് അവരുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 72% സെൻട്രൽ ഗവൺമെന്റിൽ ട്രാൻസ്ഫേഴ്സ് ആണ്. കേരളത്തിനോ 25% താഴെയാണ്. അപ്പം ശരിക്കും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും ആയിരക്കണക്കിന് കോടി രൂപ അധികം കിട്ടേണ്ടതാണ്. അപ്പം നമ്മുടെ റവന്യൂവിന്റെ കാര്യത്തിനകത്ത് ടാക്സിന്റെ കാര്യത്തിലും നോൺ ടാക്സിന്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ 8,000 കോടിയിൽ നിന്ന് 18,000 കോടിയിലേക്ക് നോൺ ടാക്സ് റവന്യൂ വർദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു വർധന വന്നതുകൊണ്ടാണ് മന ചെയ്ത് പോകുന്നത്. ചെലവ് ചുരുക്കുന്നില്ലല്ലോ. ചെലവ് ചുരുക്കുന്നതിനകത്ത് ആകെ ഏത് ചെലവാ കാര്യമായിട്ട് ചുരുക്കിയിട്ടുള്ള? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അല്ല, ഗ്രോത്ത് റവന്യൂ വന്നാൽ മതിയല്ലോ. ആ റവന്യൂവിനൊരു പരിധിയുണ്ട്. വലിച്ചാലും എലാസ്റ്റിസിറ്റി ഒരു ഘട്ടം കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ പരമാവധി നമ്മൾ എല്ലാം ലീക്കേജ് ഒക്കെ ഇല്ലാതെ കറക്റ്റ് ചെയ്ത് കവർ ചെയ്ത് എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടതിന്റെ ഭാഗമായിട്ടാണ്, നല്ല നിയന്ത്രണത്തിൽ തന്നെയാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലതുപോലെ റവന്യൂ വരുമാനം 1,00,000 കോടി കഴിഞ്ഞു. 50,000 കോടിക്ക് അടുത്തുണ്ടായിരുന്ന ടാക്സ് നോൺ ടാക്സ് വരുമാനം, തനത് വരുമാനം 1,00,000 കോടി കടന്നു എന്ന് പറയുമ്പം ആ ഇമ്പ്രൂവ്മെന്റ് ആണ്. എന്നാൽ ടാക്സ് ഒന്നും അധികം വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. GST വരുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ടാക്സ് കൂട്ടായിരുന്നു. ഇപ്പോ പുകയിലയുടെയും മറ്റും ടാക്സിന്റെ ഒരു പരിധി കഴിഞ്ഞ് ബാക്കി വീണ്ടും സെൻട്രൽ വീണ്ടും സെസ്സായിട്ട് അങ്ങനെ എടുത്തു. പണ്ട് സ്റ്റേറ്റ് ടാക്സ് ആയിരുന്നു, പിന്നെ GST വന്നു. അതൊരു പ്രത്യേക സെസ് ഏർപ്പെടുത്തുന്ന ടാക്സ് ആയിരുന്നു. അതിപ്പോ മൊത്തം സെൻട്രൽ അങ്ങ് എടുത്തു. എന്തൊക്കെ എടുക്കാവോ അത് മൊത്തം എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പോയത് എന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല. സ്റ്റേറ്റുകൾക്ക് ഒരു കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. റവന്യൂ കൂടിയിട്ട് പറഞ്ഞാൽ 14% വെച്ച് നമ്മുടെ ഓരോ വർഷം നമ്മള് പിന്നെ അന്ന് GST നടപ്പിലാക്കുന്ന സമയത്ത് ഓരോ വർഷവും 14% വെച്ച് വർദ്ധിക്കും എന്നാണ് കണക്ക്. ആ 14% വെച്ച് വർദ്ധിക്കുന്നത് കുറഞ്ഞാൽ 5 വർഷക്കാലത്തേക്ക് കോമ്പൻസേഷൻ തരും. ശരിക്കും ഇപ്പോൾ നമ്മുടെ ആ തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ 35,000-38,000 ഒക്കെ നമ്മുടെ GST കിട്ടുന്നിടത്ത് 60,000 കോടി വരേണ്ടതാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞ്? പണ്ട് സെയിൽ ടാക്സ് ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ അന്നത്തെ ഗവൺമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക അനുസരിച്ചാണെങ്കിൽ 55,000-60,000 കോടി വരണം. ഇവർ പലതവണയായിട്ട് റേറ്റ് കുറച്ചു. ആ റേറ്റ് വ്യത്യസ്തമായി കുറച്ചു. കാരണം കമ്പനികൾക്കേ ലാഭമുള്ളൂ എന്നുള്ളത് ഇപ്പൊ കണക്കും സ്റ്റഡി വന്നിട്ടുണ്ടല്ലോ. ടാക്സ് കുറച്ചുകൊണ്ട് നിങ്ങളുടെ സാധനത്തിൽ നിന്ന് വില കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പം സ്റ്റഡി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ബാധിച്ചു. നമ്മളിത് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല ചെയ്യേണ്ടത്. ഇതിനേക്കാളും കുറച്ചുകൂടി ചെയ്യണം. നമുക്ക് ഒരൊറ്റ മേഖല മാത്രം ആകെ ഡ്യൂസ് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഒരിക്കലും ഒളിച്ചു വെക്കുന്നതല്ല. അത് DAയുടെ കുടിശ്ശിക ഉറപ്പുണ്ട്. ബാക്കി ഒരു സാധനത്തിനും കുടിശ്ശികയില്ല. DA കുടിശ്ശിക മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ ഇത്രയും 1,4 ലക്ഷം കോടി രൂപ ലോണിന് മാത്രം വെട്ടിക്കുറച്ചു. വരുമാനത്തിന് ഞാൻ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു 1,5 ലക്ഷം കോടി കുറച്ചില്ല. എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തു. നേരത്തെ ഉള്ളതിനേക്കാളും 50% അധികം വരികയും ചെയ്തു. ആ കാര്യമെല്ലാം നടക്കുന്നൊരു സ്റ്റേറ്റാണ്. അങ്ങനെ ഒരു കടവും വേറെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ ഇതില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഗ്രോത്തിനെ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് വരുന്നില്ല എന്നുള്ളത്.